രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എടി, ഞാൻ കണ്ടിട്ട് പറയാം, നീ അരുണിനെ ഒന്ന് ശ്രദ്ധിക്കണം. അവൻ പോകുന്ന വഴി ഒട്ടും ശരിയല്ല. ഞാൻ കണ്ടപ്പോൾ കണ്ടില്ലെന്ന് അടിച്ചു. പക്ഷേ എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അവൻ നിന്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണെന്നൊരു പേടി എനിക്കുണ്ട്. മീരയുടെ സുഹൃത്ത് സംഗീത പറഞ്ഞു. മീരയുടെ മനസ്സ് കലുഷിതമായിരുന്നു. തന്റെ ഭർത്താവ് അരുണിന്റെ ഓരോ വരവും മീരയുടെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കി. സ്നേഹമായിരുന്നില്ല, സംശയമായിരുന്നു ആ മുഖത്ത്. അരുൺ വൈകി വീട്ടിലെന്ന ഓരോ ദിവസവും അവളുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ മുളച്ചു. അവൾ പഠിച്ച അധ്യാപികയാവാൻ ഒരുങ്ങുന്ന സമയമായിരുന്നു അത്. ഒരുപാട് പണവും സ്വപ്നങ്ങളും ആ ജോലിക്ക് പിന്നിലുണ്ടായിരുന്നു. PSC പരീക്ഷ എഴുതി കാത്തിരിക്കുമ്പോഴും ലക്ഷങ്ങൾ കൊടുത്താൽ ഒരു സ്കൂളിൽ നിയമനം ഉറപ്പാക്കാമെന്ന വാഗ്ദാനം അവളെ പ്രലോഭിപ്പിച്ചു. പക്ഷേ ആ മോഹങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അവളുടെ ഉറ്റ സുഹൃത്ത് സംഗീത പല കഥകളും പറഞ്ഞു തുടങ്ങി. എന്താടി, അരുൺ ഇപ്പോഴും രാത്രി വൈകിയാണോ വരുന്നത്? സംഗീതയുടെ ചോദ്യത്തിൽ ഒരുതരം പരിഹാസമുണ്ടായിരുന്നു. അതെ, കുറച്ചായി. ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണ്ടേ, അതുകൊണ്ടാവും. മീര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെയാണോ നീ കരുതുന്നത്? ഓട്ടോ ഓടിച്ച ഇത്രയധികം വൈകോ? ഈ കൊച്ചിക്കാരനായിട്ടുള്ള അരുണ് ഇത്രയും നേരം ഏത് വഴി പോയി ഓട്ടോ ഓടിക്കാനാ? എന്തോ ഒരു തരികിടയില്ലേ എന്നൊരു തോന്നല്. സംഗീതയുടെ വാക്കുകൾ മീരയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. ഏയ്, അങ്ങനെയൊന്നും എൻ്റെ ഏട്ടൻ ചെയ്യില്ല. എനിക്കെൻ്റെ ഭർത്താവിനെ അറിയാം. മീരയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു. നല്ല ഉത്തമയായ ഭാര്യ തന്നെ. പക്ഷെ എനിക്ക് നിന്നോട് സാധാരണ മാത്രം തോന്നുന്നു. സംഗീത തുടർന്നു. കൺമുമ്പിൽ ഇത്രയൊക്കെ കണ്ടിട്ടും ഭർത്താവിന് തെല്ലുപോലും സംശയിക്കാത്തൊരു ഭാര്യ. ഇത്രയധികം നീ ഇവനെ വിശ്വസിക്കണമെങ്കിൽ ഇവൻ നിന്നെ എത്രമാത്രം കള്ളം പറഞ്ഞ് നിന്റെ മനസ്സിനെ മാറ്റിയിട്ടുണ്ടാവും. നീ വിശ്വസിക്കുന്നൊന്നും ശരിയല്ല. ഇയാൾക്ക് നീ അറിയാത്ത മറ്റൊരു മുഖമുണ്ട്. നിന്റെ മുമ്പിൽ സ്നേഹസമ്പന്നനായ ഭർത്താവായിട്ട് അഭിനയിക്കുകയാണ് ഇയാൾ. സത്യം എന്താണെന്നറിയണം, അയാൾക്ക് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്. അതിനാലാ അയാൾ വൈകിയെത്തുന്നത്. സംഗീത അല്പം എരിവ് കൂട്ടി പറഞ്ഞു. സംഗീതയുടെ വാക്കുകൾ മീരയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ ആഴത്തിൽ പാകി. ആ സംശയങ്ങൾ അവരുടെ ജീവിതത്തിൽ വഴക്കിന്റെ കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടു. എവിടെയായിരുന്നു ഇത്രയും സമയം? ഒരു ദിവസം മീര അരുണിനോട് പൊട്ടിത്തെറിച്ചു. ജോലി ഉണ്ടായിരുന്നടി, അതുകൊണ്ട് വൈകിയത്. നിനക്ക് തന്നെ വിശ്വാസമല്ലേ? അരുൺ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. വിശ്വാസോ? ഓട്ടോ ഓടിച്ച് ഇത്രയും പൈസ വരുമോ? നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് എപ്പോഴും പെർഫ്യൂമിന്റെ മണ. എന്താ നിങ്ങളുടെ ബിസിനസ്? ആർക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്? മീരയുടെ ചോദ്യങ്ങൾക്ക് അടുപ്പമേറി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, അരുൺ ദേഷ്യപ്പെട്ട് പറഞ്ഞു. അരുണിന്റെ മുഖത്ത് ഒരു നിമിഷം പോലും സന്തോഷം കണ്ടിട്ടില്ല. ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അയാൾ എന്നും അതിരാവിലെ ഇറങ്ങി വൈകിയേ മടങ്ങിയെത്തുമായിരുന്നുള്ളൂ. ഭക്ഷണം പോലും ശരിക്കഴിക്കാതെ ജോലിക്ക് വേണ്ടി ഓടുന്നു മീര ശ്രദ്ധിച്ചിരുന്നു. അധികം പണം ചെലവാക്കാത്ത അയാളുടെ ശീലം സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. ഒരു ദിവസം സംശയങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ മീര തീരുമാനിച്ചു. ആരെയും അറിയിക്കാതെ അവൾ അരുണിനെ പിന്തുടർന്നു. പതിവ് പോലെ അയാൾ ഓട്ടോ സ്റ്റാൻഡിലെത്തി. സമയം വൈകിയപ്പോൾ ഒരു കാർ അയാളുടെ അടുത്തേക്ക് വന്ന് നിന്നു. ആ കാറിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അയാൾ ആ കാറിൽ കയറി പോകുന്നത് മീര കണ്ടു. അരുൺ പോയതിനു ശേഷം അവൾ ഓട്ടോ സ്റ്റാൻഡിലെ മറ്റു ഡ്രൈവർമാരോട് കാര്യങ്ങൾ തിരക്കി. ഏട്ടനെന്തിനെന്നും ഈ സമയത്ത് കാറിൽ കയറി പോകുന്നു? മീര ആകാംക്ഷയോട് ചോദിച്ചു. ഓ, അതൊന്നും എനിക്കറിയില്ല. ഒരാൾ പുച്ഛത്തോടെ ചിരിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചൂടെ? അരുണാന്ന് എന്നോട് പറയാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? മീരയുടെ ശബ്ദമിടറി. ഈ അരുൺ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്. ഓട്ടോ ഓടിച്ചാൽ കിട്ടുന്നതിലും കൂടുതൽ. ആരോടും ഇതിനെ കുറിച്ച് സംസാരിക്കില്ല, മറ്റൊരു ഡ്രൈവർ പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഏട്ട ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ പോയി രാത്രി വൈകിയാ വരുന്നത്. മീര അരുണിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. കഷ്ടപ്പാടാ? ഓട്ടോ ഓടിച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഓട്ടോ ഓടിച്ച് ഒരാൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയില്ല. ഇയാൾക്ക് നല്ലൊരു വരുമാനമുണ്ട്. എങ്ങോട്ടാണെന്ന് ചോദിച്ചൊന്നും പറയില്ല. രഹസ്യമായിട്ടെല്ലാം ചെയ്യുന്നു. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സംശയിക്കുന്നില്ലേ? ഇത്രയും വലിയ നഗരത്തിൽ രഹസ്യമായിട്ട് കാറി കയറി പോകാൻ മാത്രം എന്ത് ജോലി അയാൾ ചെയ്യുന്നത്? ശരിയാ, ഒരുപാട് വൈകിട്ട് വരുന്നത്. ചോദിക്കുമ്പോൾ ഇതുവരെ കാരണങ്ങൾ പറയും. ഇത്രയധികം കഷ്ടപ്പാടുണ്ടെങ്കിൽ എന്തിനാ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്? വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ? മറ്റൊരാൾ സംശയത്തിന്റെ വിത്തുകൾ മീരയുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പാകി. ഇയാൾ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതിയോ? അയാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിത് മറച്ചു വെക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ പെർഫ്യൂമിന്റെ മണം ഉണ്ടാവാറുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, പെർഫ്യൂമിന് മണം എപ്പോഴും ഉണ്ട്, മീര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മറ്റൊരു ബന്ധം ഉണ്ടാകാനാണ് സാധ്യത. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വഞ്ചിക്കാണെന്ന് തോന്നുന്നു, ഡ്രൈവർമാർ പറഞ്ഞു. എങ്ങോട്ടാണ് ഇയാൾ പോകുന്നതെന്ന് അറിയണം. ഒരുപക്ഷെ അയാളുടെ കാമുകിയുടെ അടുത്തേക്കായിരിക്കും, ഒരാൾ പരിഹസിച്ചു. ഏയ്, അരുൺ അങ്ങനെയൊന്നും ചെയ്യില്ല, മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു രഹസ്യബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അയാളൊരു സ്ത്രീക്ക് വേണ്ടിയായിരിക്കാം ഇത്രയധികം കഷ്ടപ്പെടുന്നത്, മറ്റൊരു ഡ്രൈവർ പറഞ്ഞു. ശരിയാണല്ലോ, അരുണിന്റെ കയ്യിൽ രാത്രി വരുമ്പോൾ ഒരുപാട് പൈസ കാണാറുണ്ട്. പിന്നീട് അത് ഇവിടെ പോയി എന്ന് കാണാറില്ല. അപ്പൊ ഇവരൊക്കെ പറയുന്നത് സത്യമാണോ? അവൾ കൂടുതലായി സംശയിച്ചു. മീരയുടെ സംശയങ്ങൾ സത്യമാണെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ ഹൃദയം നുറുങ്ങി. താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രഹസ്യബന്ധം അരുണിനുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. അടുത്ത ദിവസം മീര ഒരു വാഹനം വിളിച്ച് അരുൺ കയറിപ്പോയ കാറിനെ പിന്തുടർന്നു. ആ കാറ് ഒരു വലിയ ബംഗ്ലാവിന് മുമ്പിൽ നിർത്തി.
അരുൺ കാറിൽ നിന്നിറങ്ങി ബംഗ്ലാവിനുള്ളിലേക്ക് കയറിപ്പോകുന്ന അവൾ കണ്ടു. കുറെ നേരം കാത്തിരുന്നിട്ട് അരുൺ പുറത്തു വന്നില്ല. അവളുടെ ക്ഷമ നശിച്ചു. അവൾ ഗേറ്റിനകത്തേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്ന് കാറിൽ കണ്ട സ്ത്രീയായിരുന്നു. ഇവിടെ അരുൺ എന്ന പേരിൽ ഒരാൾ വരാറുണ്ടോ? അതെ, അദ്ദേഹം ഭാഗത്തുണ്ട്. എന്താണ് വേണ്ടത്? ആ സ്ത്രീ ചോദിച്ചു. എനിക്ക് അദ്ദേഹത്തെ കാണണം. അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. മീരയുടെ ശബ്ദമിടറി. മീരയുടെ സംശയങ്ങൾ മനസ്സിലാക്കിയ ആ സ്ത്രീ അവൾ അകത്തുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുഷ്ഠരോഗം ബാധിച്ച ഒരു വൃദ്ധനെ ശുശ്രൂഷിക്കുന്ന അരുണിനെയാണ് അവൾ അവിടെ കണ്ടത്. ആ കാഴ്ച മീരയുടെ ഹൃദയത്തെ വേട്ടയാടി. എല്ലാം അവളുടെ സംശയങ്ങളും തെറ്റിദ്ധാരണകളുമായിരുന്നു. അവൾ ഓടിച്ച അരുണിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? ഈ വൃദ്ധൻ ആരാ? അവൾ തേങ്ങലടക്കിക്കൊണ്ട് ചോദിച്ചു. അരുൺ അവളെ ചേർത്ത് പിടിച്ച് മൃദുവായി മറുപടി പറഞ്ഞു. ഇതേ ഒരു ഡോക്ടറാണ്. എൻ്റെ ജീവിതം മാറ്റിമറിച്ചയാൾ. എനിക്ക് പഠിക്കാൻ അത്ര ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല മീര. പക്ഷെ നിനക്കുണ്ടായിരുന്നു. നീ പഠിച്ചു, പക്ഷെ ജോലി കിട്ടിയില്ല. നിനക്ക് ജോലി കിട്ടാൻ സ്കൂളിൽ പണം കിട്ടി വെക്കണം. അതിനുവേണ്ടിയാ ഞാൻ ഈ ജോലി കൂടി ചെയ്യുന്നു. ഈ വൃദ്ധരായ ഡോക്ടറെ ശുശ്രൂഷിച്ചാൽ എൻ്റെ ജോലി കഴിഞ്ഞ് അധികമായൊരു തുക കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നീ അറിയാതെ ഈ ജോലി ചെയ്യുന്നത്. നീ അറിയാതെ ഞാൻ നേടിയ സ്വപ്നങ്ങളുടെ കഥ ഇനി നീ അറിയാനുണ്ട് മീര. നിനക്കൊരു സർപ്രൈസ് ഒരുക്കേണ്ട ഞാൻ. ഇതാ ഈ കവറിലുള്ള ലെറ്റർ വായിച്ചു നോക്ക്. മീര കവർ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് അവളുടെ പേരിൽ ഒരു സ്കൂളിൽ നിയമനം ലഭിച്ചതിൻ്റെ ലെറ്റർ ആയിരുന്നു. അതിൽ ലക്ഷക്കണക്കിന് രൂപ അടച്ചതിൻ്റെ രേഖകളും ഉണ്ടായിരുന്നു. മീരയുടെ കണ്ണീർ നിലച്ചില്ല. അവൾ അരുണിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു, എന്നോട് ക്ഷമിക്കണം. അവളുടെ തെറ്റിദ്ധാരണകളുടെ തിരശീല അഴിഞ്ഞു വീണപ്പോൾ അവളുടെ സ്നേഹത്തിന്റെ തെളിഞ്ഞ വെളിച്ചം നിറഞ്ഞു. തനിക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങൾ പോലും ത്യജിക്കുന്ന ഒരു ഭർത്താവിനെ ലഭിച്ചതിൽ അവൾ അഭിമാനം കൊണ്ടു. മീര അരുണിനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെറ്റിയിൽ ഉമ്മകൾ നൽകി. ഇനി നമുക്ക് ഒരുമിച്ച് അധ്വാനിച്ച് ജീവിക്കാം, ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ. മീരയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ നിന്നും പ്രതിഫലിച്ചതായിരുന്നു. ഹൃദയം നിറഞ്ഞ സന്തോഷവും സമാധാനവും അവളുടെ കണ്ണുകളിൽ തിളങ്ങി. ഒരു നിമിഷം മുമ്പ് വരെ സംശയങ്ങളുടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ അതേ മീരയായിരുന്നില്ല അത്. അരുണിന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ഓരോ വാക്കും ഓരോ നോട്ടവും എത്രമാത്രം തെറ്റായിരുന്നെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സ്വയം വെറുപ്പ് തോന്നിപ്പോയി അവൾക്ക്. താൻ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സ്വന്തം ജീവിതം മറന്നു ഓടിയ ആ നല്ല മനുഷ്യനെയാണ് അവൾ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചത്. അരുൺ വൈകി വരുന്ന അവളെ വഞ്ചിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് അവൾക്ക് വേണ്ടിയായിരുന്നു. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടിയ തുച്ഛമായ വരുമാനത്തിന് പുറമെ രാത്രി മുഴുവൻ മറ്റൊരാളെ പരിചരിച്ച് അയാളുടെ മുഖത്തുണ്ടായിരുന്ന ചിരി അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇതുവരെ അവളോടുള്ള സ്നേഹവും അവൾ അധ്യാപികയാക്കാനുള്ള ആഗ്രഹവും മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. അതിന്റെ ഭാരം മുഴുവൻ അയാൾ ഒറ്റക്കാണ് ചുമന്നത്. തന്റെ സന്തോഷം, സമാധാനം, ഉറക്കം എല്ലാം അവൾക്ക് വേണ്ടി മാറ്റിവെച്ച അരുണിന്റെ ത്യാഗം അവളിൽ വലിയൊരു തിരിച്ചറിവുണ്ടാക്കി. അവരുടെ ജീവിതത്തിലെ ഓരോ വഴക്കുകളും ഓരോ സംശയങ്ങളും ഇപ്പോൾ അവൾ തിരിഞ്ഞോക്കി പരിഹസിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഇനി ഒരിക്കലും ആ സ്നേഹം സംശയത്തിന്റെ നിഴലിൽ ഒളിപ്പിക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അരുണിന്റെ വിരലുകളിൽ കോർത്ത് പിടിച്ച് അവൾ പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളാണ് അരുൺ. എൻ്റെ ജീവിതം മുഴുവൻ ഈ സ്നേഹത്തിന് കടപ്പെട്ടിരിക്കും. അവർ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ആ പുതിയ ജീവിതം തുടങ്ങി. മീര അധ്യാപികയായി. അരുൺ തുടർന്ന് ഓട്ടോറിക്ഷ ഓടിച്ചും ആ ഡോക്ടറെ ശുശ്രൂഷിച്ചും സന്തോഷത്തോടെ ജീവിച്ചു. അവരുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും പരസ്പരമുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതിഫലനമായി മാറി.